79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച് മൻ കി ബാത് പ്രശ്നോത്തരി വിജയികൾ. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട 30-അംഗ സംഘം 5 ദിവസങ്ങളിലായി ദില്ലിയിലെ ചരിത്രപ്രസിദ്ധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിമാരുമായും സംവദിക്കും. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ മേരാ യുവ ഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത്. ദില്ലിയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി മേരാ യുവഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്തരി മത്സരം സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തിനെ അധികരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മേരാ യുവ ഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് സംയുക്തമായി നടത്തിയിട്ടുള്ള ടാലൻറ്റ് ഹണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 30 വിദ്യാർത്ഥിനികൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സരങ്ങളിലൂടെ വിജയികളായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ തലസ്ഥാനം ഈ ചെറിയ പ്രായത്തിൽ തന്നെ നേരിട്ട് കാണാനും സന്ദർശിക്കാനും സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം കിട്ടുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അപൂർവമായിട്ടുള്ള സുലഭമായിട്ടുള്ള ഒരു അവസരമാണ്. താലൂക്ക് തലത്തിൽ 1ാം സമ്മാനം നേടിയ ജില്ലയിലെ 30 വിദ്യാർത്ഥികൾ ദില്ലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കും. കാത്തിരുന്ന സ്വപ്നയാത്രയെന്ന് വിദ്യാർത്ഥികൾ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് പങ്കെടുക്കാനായതിൽ. മൻ കി ബാത്തിലൂടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനൊരു ഭാഗമാകാൻ പോവുകയാണ്. വൺ ഓഫ് ദ പ്രൗഡസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ്. ജീവിതകാലം മൊത്തം ചെറിഷ് ചെയ്യാനുള്ള നേഷൻ്റെ കൂടെയുള്ള ഒരു വെഞ്ചറായിട്ട് ഇത് കാണുന്നു. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ മാർഗനിർദ്ദേശത്തിൽ ഇത് 3ാം തവണയാണ് വിദ്യാർത്ഥികൾക്കായി മേരാ യുവഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോൾ മാറിവാനീസ് കോളേജിൽ നിന്നാണ് വരുന്നത്. അവിടെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അപ്പോൾ കഴിഞ്ഞ 3 സീസണുകളിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ 3 സ്റ്റുഡൻസാണ് ഡൽഹിയിൽ പോയത്. സോ ആ ഒരു ലെഗസി വീണ്ടും പ്രിസർവ് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഞങ്ങൾ ഈ നിൽക്കുന്ന 30 പേരും ഏകദേശം 6 റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പല ക്വിസ്, ഡിബേറ്റ്, പ്രോജക്റ്റ്, അങ്ങനെ ഒരുപാട് റൗണ്ട് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് കിട്ടിയൊരു അവസരം തീർച്ചയായിട്ടും നമുക്ക് ഇനി ജീവിത അവസാനം വരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അവസരമാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം ആഗ്ര ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങും. സംഘം ഓഗസ്റ്റ് 21-ന് തിരികെ എത്തും. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാജ്യത്തെ നേതാക്കളുമായി സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. വളരെ പാട്രിയോട്ടിക്കായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു പാട്രിയോട്ടിസം ഉള്ളിൽ അലയടിക്കുന്നുണ്ട്. കാരണം ഓരോ സൈനികൻ്റെയും അവസാന ശ്വാസത്തിലാണ് നമ്മുടെ ദേശീയ പതാക ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദേശീയ പതാകയെ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിനെ കണ്ട് ഒന്ന് സല്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിന് അവസരം ലഭിച്ചതിൽ ദൈവത്തിനോടും ഇത് സംഘടിപ്പിച്ച സംഘാടകരോടും എല്ലാവരോടും നന്ദി പറയുന്നു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ റോസാപ്പൂക്കൾ നൽകി വിദ്യാർത്ഥികളെ യാത്രയാക്കി. ജനം, തിരുവനന്തപുരം.